ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയർ ഒക്കെ എല്ലാവരും സേഫ് ആൻഡ് പീസ്ഫുള്ളായിട്ട് ആഘോഷിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങളും പുറത്തൊക്കെ പോയിട്ട് ചെറുതായിട്ട് എൻജോയ് ചെയ്തു. വീടിൻ്റെ അടുത്തുള്ള ബ്രിക്സിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോയത്. ബാർബിക്യൂ നേഷൻ തന്നെയാണ്. വീട്ടിൽ തന്നെ അടച്ചു പൂട്ടിയിരിക്കാതെ ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലും പുറത്ത് പോകണമെന്ന് മാത്രമേ പ്ലാൻ ഉണ്ടായിരുന്നുള്ളൂ. ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാ പബ്സും റെസ്റ്റോബാസും ഫുള്ളായിരുന്നു. കുറേ തപ്പിയിട്ടാണ് ഞങ്ങൾക്ക് ഇവിടെ ഒരു സീറ്റ് ബുക്ക് ചെയ്യാൻ പോലും അറ്റ്ലീസ്റ്റ് കിട്ടിയത്. അധികം ദൂരമുള്ള സ്ഥലത്തേക്ക് പോകാനായിട്ട് ഞങ്ങൾക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഒന്നുമല്ല, ട്രാഫിക് പേടിച്ചിട്ടാണ്. അങ്ങാനും ട്രാഫിക്കിൽ പെട്ട് കഴിഞ്ഞാൽ എപ്പോഴാണ് അതൊന്നും പുറത്തേക്ക് വരാൻ പറ്റുകയെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ബ്രിക്സിൽ സീറ്റ് കിട്ടിയപ്പോൾ ഞങ്ങൾ നേരെ ഇങ്ങോട്ട് പോന്നു. കഴിഞ്ഞ വർഷത്തെ ന്യൂ ഇയർ ബാംഗ്ലൂർ തന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് കസിൻസൊക്കെ ആയിട്ട് നല്ല അടിപൊളി തന്നെ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇത്തവണ അധികം ആരും ഇവിടെ ഇല്ല, ഒരുവിധം എല്ലാവരും നാട്ടിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഞാനും ഏട്ടനും കൂടെ ചെറിയ രീതിയിലുള്ളൊരു ആഘോഷം ആയിക്കോട്ടെ എന്ന് കരുതി ഞങ്ങൾ അവിടെ എത്തിയതും സ്റ്റാർട്ടേഴ്സും കുറച്ച് മോക്ടെയിൽസൊക്കെ ആദ്യം തന്നെ ഓർഡർ ചെയ്തു. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞെങ്കിലും ക്രിസ്മസ് ഡെക്കോഴ്സൊക്കെ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ആ കോർണർ സീറ്റ് ഫ്രീ ആയിരുന്നെങ്കിലും ഞങ്ങൾ അവിടെ ഇരുന്നില്ല, കുറച്ച് കൺജസ്റ്റഡ് ആയിട്ട് തോന്നി. ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് ലൈവ് മ്യൂസിക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓർഡർ ചെയ്ത ഐറ്റംസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെനിക്ക് നല്ല അത്ഭുതമായിട്ടാണ് തോന്നിയത്, കാരണം ഇവിടെ അത്യാവശ്യം നല്ല റഷൊക്കെ ഉണ്ടല്ലോ. എനിക്കിതിൽ ക്രിസ്മസ് സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ള മോക്ടെയിൽ നല്ല ഇഷ്ടമായിട്ടോ. ആ റെഡ് കളറിലുള്ളതാണ്. മറ്റേത് ഗ്രേപ്പ് ഫ്രൂട്ടിൻ്റെ ആണ്. മെയിൻ കോഴ്സ് ഓർഡർ ചെയ്തിട്ട് ഞാൻ അവിടെ ചുറ്റും എന്തൊക്കെയുള്ളതെന്ന് നോക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 5 മിനിറ്റിൽ തന്നെ മെയിൻ കോഴ്സും പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ വൈറ്റ് കളറിലുള്ളത് പ്രാലീനാണ് കേട്ടോ. നട്ട്സൊക്കെ ഇട്ടിട്ട് സ്വീറ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അതും നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ബ്രിക്സിൻ്റെ സ്പെഷ്യൽ ജ്യൂസ്, ഷെസ്വാൻ ഫ്രൈഡ് റൈസ്, പാസ്ത, മാംഗോ പുഡിംഗ് ഒക്കെ ആയിട്ട് ലാവിഷ് തന്നെയായിരുന്നു. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ലൈവ് മ്യൂസിക് കുറച്ച് നേരം കണ്ടിരുന്നു. അത്യാവശ്യം പീസ്ഫുള്ളായിരുന്നു. ഭയങ്കര ആട്ടവും കൂത്തവും ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും അവരവരുടേതായ രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു 10:45 ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. ന്യൂ ഇയർ ഇവൻറ്റ്സ് ആയിട്ട് കാണാൻ എവിടെയും പോകാൻ പറ്റില്ല, പ്രീ ബുക്കൊന്നും ചെയ്യാത്തതുകൊണ്ട്. അപ്പോൾ ഇനി നേരെ വീട്ടിലേക്ക് പോകണോ അതോ വേറെ എന്തെങ്കിലും പ്ലാൻ ഇടണോ എന്നായിരുന്നു ചിന്ത. ഫൈനലി വീട്ടിലേക്ക് തന്നെ പോകാമെന്ന് ഡിസൈഡ് ചെയ്തു. നേരെ വീട്ടിലേക്ക് വണ്ടി എടുത്തിട്ട് പോന്നു. വീടെത്തിയതും ഞാൻ ഫെയറി ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് എൻ്റെ കോസി കോർണർ സെറ്റാക്കി. ഫ്ലാറ്റിൻ്റെ ടെറസിൽ പോയിട്ട് പടക്കം പൊട്ടുന്നൊക്കെ കാണാമെന്ന് വിചാരിച്ചാൽ അതെന്തായാലും നടക്കില്ല. ഈവനിങ് ഒരു 7 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഡോറൊക്കെ ലോക്ക് ചെയ്യും. ഇനി 12 മണി വരെ ഇവിടെ തന്നെ ഇരിക്കാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഞങ്ങളുടെ ബാൽക്കണിയിൽ നിന്ന് പടക്കം പൊട്ടുന്നതൊക്കെ കാണാൻ പറ്റിയിട്ടോ. ഇനി 2025 ഫസ്റ്റ് ഇൻസ്റ്റാക്സ് ഫോട്ടോ എടുത്ത് വെക്കാം. ഇതെനിക്ക് ഏട്ടൻ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. സ്പെഷ്യൽ മൊമെൻറ്റ്സ് ഒക്കെ ഞാൻ ക്യാപ്ചർ ചെയ്ത് എടുത്ത് വെക്കാറുണ്ട്, ഒരു ഓർമ്മയ്ക്കായിട്ട്. എന്നും ചെയ്യുന്ന പോലെ തന്നെ കാലണ്ടറിലെ ഡേറ്റും കൂടി ഇനി മാറ്റാം. അപ്പോൾ എല്ലാവർക്കും 2025 നല്ലൊരു വർഷം ആവട്ടെ എന്ന് തന്നെ ഞാൻ വിഷ് ചെയ്യാണ്. പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണുന്നത് വരെയും എല്ലാവർക്കും ബായ്.